നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബീഹാർ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബീഹാറിൽ നമുക്കറിയാം, ഇന്ത്യ സഖ്യം വലിയ തകർച്ച നേരിടുകയാണ്, പ്രതിസന്ധിയിലാണ്. രാഹുലിനെ അവിടെയെങ്ങും കാണുവാനില്ല. ലാലു പ്രസാദ് യാദവും മകനും ചേർന്ന്, തേജസ്വി യാദവും ചേർന്ന് 143 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ, RJDയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 70 സീറ്റുകൾ ചോദിച്ച കോൺഗ്രസ്സിന് ഒടുവിൽ 61 സീറ്റിലേക്ക് ആവശ്യം ചുരുക്കി. എന്നിട്ടും 55 സീറ്റുകൾ വേണമെങ്കിൽ നൽകാം എന്നായി RJD. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 48 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 4-നാണ്. അവിടെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസവും അനിശ്ചിതത്വത്തിലായിരുന്നു. കോൺഗ്രസിൻ്റെയും RJDയുടെയും സ്ഥാനാർത്ഥികൾ ഒരുപോലെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. അത് പിൻവലിക്കുന്ന ദിവസവും വലിയ അനിശ്ചിതത്വം തുടർന്നു. ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 9 സീറ്റുകളിലെങ്കിലും ഇന്ത്യ മുന്നണി സൗഹൃദ മത്സരത്തിലാണ്. ഒരു ഓമന പേരിട്ട് വിളിക്കുകയാണ് സൗഹൃദ മത്സരം. ഒരു മുന്നണിക്കുള്ളിലെ 2 ഘടകകക്ഷികൾ ഒരുപോലെ ഒരു സീറ്റിൽ മത്സരിക്കുന്നതിനെയാണ് സൗഹൃദ മത്സരം എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, ബീഹാറിൽ നിന്ന് വലിയ അത്ഭുതം ഉളവാക്കുന്ന ചില വാർത്തകൾ വരുന്നു. അത് ബീഹാറിൽ മാത്രമല്ല, തൊട്ടടുത്ത ജാർഖണ്ഡ് സംസ്ഥാനത്തിലും ഒരു പക്ഷേ ഭരണമാറ്റം പോലും ഉണ്ടായേക്കും എന്ന സൂചനയാണ് നൽകുന്നത്. നമുക്കറിയാം, ജാർഖണ്ഡിൽ ഷിബു സോറൻ്റെ മകൻ ഹേമന്ത് സോറനാണ് അവിടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ സഖ്യം അവിടെ ഭരിക്കുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 34, ആകെ 80 സീറ്റുകൾ എന്തോ ആണ് അവിടെ ഉള്ളത്. അതിൽ 34 സീറ്റുകൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കാണ്, JMMനാണ്. 16 സീറ്റുകൾ കോൺഗ്രസിനും 4 സീറ്റുകൾ RJDക്കും 2 സീറ്റുകൾ CPI-MLനുമാണ്. JMM, കോൺഗ്രസ്, അതുപോലെ RJD, CPI-ML ഇവരെല്ലാവരും കൂടെ ചേരുന്ന ഒരു അവിയൽ മുന്നണിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ JMM ബീഹാറിൽ തങ്ങൾക്ക് 6 സീറ്റുകൾ വേണം എന്ന് നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആവശ്യത്തോട് അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസും RJDയും തയ്യാറായില്ല. ഒന്ന് ആലോചിക്കണം, JMMൽ 16 സീറ്റുകളുള്ള കോൺഗ്രസ്സിന് 4ഓളം മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RJDക്ക് 4 സീറ്റുകൾ മാത്രമുള്ള RJDക്കും അവിടെ മന്ത്രിയെ കൊടുത്തിട്ടുണ്ട്. അവർ ഒരുമിച്ച് ചേർന്നാണ് അവിടെ ഭരിക്കുന്നത്. ഈ RJDയുടെ സഹായമില്ലെങ്കിലും അവിടെ ഭരിക്കാൻ സാധിക്കും JMMന്. കാരണം കോൺഗ്രസിൻ്റെ 16 MLAമാരുടെ പിന്തുണയുണ്ട്. അവിടെ കോൺഗ്രസ് JMMമായിട്ട് ചേർന്നത് കൊണ്ടാണ്, ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ട് ചേർന്നത് കൊണ്ടാണ് 16 സീറ്റുകളിൽ ജയിച്ചത്. ഇല്ലെങ്കിൽ ഒരു സീറ്റിൽ പോലും അവർ ജയിക്കില്ല എന്ന് വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ അവർ ബീഹാറിൽ ഞങ്ങൾക്ക് 6 സീറ്റുകൾ മത്സരിക്കാൻ തരണം എന്നാവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് അത് കേട്ടതായിട്ട് പോലും നടിച്ചില്ല. RJD അങ്ങനൊരു പാർട്ടി ബീഹാറിൽ ഉണ്ടെന്ന് പോലും ഭാവിച്ചില്ല. ഒടുവിൽ 6 സീറ്റുകളിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. എന്നിട്ടും ഇന്ത്യ മുന്നണിയിൽ ഒരു കക്ഷികളും അനങ്ങിയില്ല. ഇപ്പോഴിതാ JMM സമ്പൂർണ്ണമായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ആ പിന്മാറ്റം മറ്റൊരു വലിയ പൊട്ടിത്തെറിയുടെ സൂചനയാണ്. ഒരു വലിയ കൊടുങ്കാറ്റ് ജാർഖണ്ഡിൽ ഒരുങ്ങുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 34 സീറ്റുകളുള്ള JMMന് അവിടെ വേണമെങ്കിൽ BJPയുടെ പിന്തുണയോടുകൂടി RJDയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒഴിവാക്കി BJP പുറത്തുനിന്ന് പിന്തുണച്ചാൽ അവിടെ JMMന് ഒറ്റയ്ക്ക് ഭരിക്കാം. ഹേമന്ത് സോറനും BJPയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല എന്നെല്ലാവർക്കും അറിയാം. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ജയിലിലായിരുന്നു.
പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാത്രമേ ഉള്ളൂ, സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല എന്നാണ് പൊതുവെ ഉള്ള ചൊല്ല്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ തകർക്കാൻ കിട്ടുന്ന ഒരവസരം BJPയും NDAയും കളയില്ല. അവർ അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിൽ ഒരുപക്ഷെ പുറത്തു നിന്ന് JMMനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ തകർച്ച ഇന്ത്യ മുന്നണിക്ക് സമ്മാനിക്കും എന്ന് തീർച്ചയാണ്. തങ്ങൾ ഭരണത്തിലുള്ള ഒരു സംസ്ഥാനത്തുനിന്ന് കൂടി ആ നഷ്ടം, ഭരണത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്ന ആ വലിയ നഷ്ടം കോൺഗ്രസിനെ ബാധിക്കും. നിലവിൽ കർണാടക, തെലങ്കാന, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ നിഴലിൽ, സ്റ്റാലിൻ്റെ തണലിൽ, സ്റ്റാലിൻ്റെ സംരക്ഷണയിൽ കോൺഗ്രസ് തുടർന്നു പോകുന്നു ഏതാനും സീറ്റുകളിൽ. അത് തന്നെയാണ് ഇപ്പോൾ ജാർഖണ്ഡിലും സംഭവിക്കുന്നത്. അവിടെ ഹേമന്ത് സോറന്റെ തണലിൽ, സംരക്ഷണയിൽ, നിഴലിൽ ഒക്കെയാണ് കോൺഗ്രസ് ജീവിച്ചു പോകുന്നത്, കഞ്ഞി കുടിക്കുന്നത്. ആ കഞ്ഞിയിൽ പാറ്റ വീഴുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വവും RJD നേതൃത്വവും കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ബീഹാറിൽ ഇന്ത്യ മുന്നണി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. വലിയ വീഴ്ചയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, നിതീഷ് കുമാറിനെയും BJPയെയും നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് മറ്റൊരു വലിയ വെല്ലുവിളിയായിട്ട് പ്രശാന്ത് കിഷോറും അവിടെയുണ്ട്, ജൻസ്വരാജ് പാർട്ടിയുമായിട്ട്. ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയ മറ്റ് ചില കക്ഷികളുണ്ട്, ചെറിയ കക്ഷികളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഒവൈസിയുമായിട്ട് ചേർന്ന് ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഒരു പക്ഷേ അത് സംഭവിച്ചാൽ ബീഹാറിൽ ഒരു പക്ഷേ കോൺഗ്രസ് മൂന്നാം മുന്നണിക്കും പുറകിലായി പോകും എന്ന് കരുതുന്നവരുമുണ്ട്. RJD കഴിഞ്ഞ തവണ നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ RJDയും കോൺഗ്രസും അവിടെ ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചു. പക്ഷേ കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിച്ചിട്ട് വെറും 19 സീറ്റിലാണ് വിജയിക്കാനായത്. അതുകൊണ്ട് ഇനിയും അത്തരമൊരു പരീക്ഷണത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് RJD വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. എന്നാൽ ബീഹാറിൽ കോൺഗ്രസ്സിന് ശക്തിയുണ്ടെന്നും കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുമെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നതും വോട്ടർ അധികാർ യാത്ര നടത്തിയതും. പക്ഷേ അതിനൊന്നും RJDയുടെ അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ കണ്ണു തുറപ്പിക്കാൻ കഴിഞ്ഞില്ല. തേജസ്വി യാദവും ലാലുവും അവരുടെ മുൻ നിലപാടിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അവർക്ക് ഒരു മാറ്റവും അതിൽ അവർ വരുത്തിയിട്ടില്ല. കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഒപ്പം നിൽക്കാം, തരുന്ന സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ മുന്നണി വിടാം. RJD ഒറ്റയ്ക്ക് 243 സീറ്റിലും മത്സരിച്ചു കൊള്ളാം എന്നാണ് അവരുടെ നിലപാട്. ഇപ്പോൾ ഹേമന്ത് സോറനും കൂടി ഇങ്ങനെ ഇടഞ്ഞതോടുകൂടി സത്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ബീഹാറിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജാർഖണ്ഡിലും വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ബീഹാറിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയാൽ, വൻ വിജയം NDAയ്ക്ക് ഉണ്ടായാൽ, അതിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ഉപ്പുവെച്ച കലം പോലെയാണ് കോൺഗ്രസ് സമ്പൂർണമായിട്ടും നശിക്കും. ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്തും, ഉത്തരഭാരതത്തിൽ ഒരു സ്ഥലത്തും കോൺഗ്രസ്സിന് ഇനി നിലനിൽക്കാനാകില്ല, തിരിച്ചു വരാനാകില്ല എന്ന് ഈ ബീഹാർ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കും. ഗുജറാത്തിൽ നമുക്കറിയാം, അവിടെ കോൺഗ്രസിനെ പിന്തള്ളി ആം ആദ്മി പാർട്ടി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മഹാരാഷ്ട്രയിൽ NCPയും ശിവസേനയും ഔദ്യോഗിക ചിഹ്നത്തോടുകൂടി തന്നെ ഇന്ന് NDAയിൽ എത്തിയിരിക്കുന്നു, BJPയോടൊപ്പം സഹകരിക്കുന്നു. അവിടെയും കോൺഗ്രസിനെ മരുന്നിന് പോലും കാണാനില്ല. UPയിലെ കഥ പറയണ്ട. പിന്നെ ഏതാണ് പ്രധാനപ്പെട്ടൊരു സംസ്ഥാനം? ബംഗാളിലുണ്ടോ? ഇല്ല. അവിടെ ആ ബംഗാളിൻ്റെ അതിർത്തി കടക്കാൻ മമത സമ്മതിക്കില്ല.
ആസാമിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നമുക്ക് കാണാം ആസാമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നയാൾ ഇന്ന് BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഭരിക്കുകയാണ്. കോൺഗ്രസ്സിന് അവിടെ നിലം തൊടാനായിട്ടില്ല. അങ്ങനെ സർവത്ര പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പോ പിമ്പോ JMMൻ്റെ ദയാദാക്ഷിണ്യത്തിൽ ജാർഖണ്ഡിൽ ഭരണപങ്കാളിത്തമുള്ള കോൺഗ്രസ്, ഇന്ത്യ മുന്നണി ബീഹാർ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പോ പിമ്പോ അത് പിളരുമെന്ന് തീർച്ചയാണ്. JMMൻ്റെ കൂട്ടുകെട്ട് വേണ്ടെന്ന് വെച്ച് കോൺഗ്രസ്സിന് അവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ.